ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഒരു സ്ഥാപനത്തിലെ സെയിൽസ് സമ്മറി എൻട്രി ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് സെയിൽ നടന്നിരിക്കുന്ന 4 റീജിയൻ എൻട്രി ചെയ്തിട്ടുണ്ട്. നോർത്ത് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യുന്ന സമയത്ത് സെയിൽസ് സമ്മറി എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നോർത്ത് റീജിയനിൽ നടന്ന സെയിൽസ് സമ്മറി മാത്രം മറ്റൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ ഈസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് എന്ന റീജിയനിലും വെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് വെസ്റ്റ് റീജിയനിലും സൗത്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് സൗത്ത് റീജിയനിൽ നടന്ന സെയിൽസ് ഡാറ്റയും ഹൈലൈറ്റ് ചെയ്തു വരുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ബട്ടണിലെ ഡാറ്റ ബേസ് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മാസ്റ്റർ ഡാറ്റയിലെ വാല്യൂ മറ്റൊരു കളറിൽ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡെമോയ്ക്ക് വേണ്ടി ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് തന്നെ കോപ്പി ചെയ്ത് ഞാൻ പുതിയൊരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഡെവലപ്പർ എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യാം. ഡെവലപ്പർ എന്നുള്ള ടാബ് നിങ്ങളുടെ PC-യിൽ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എങ്കിൽ ഹോം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് റിബൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സൽ ഓപ്ഷൻസ് എന്നുള്ളൊരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. മെയിൻ ടാബ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തിന് താഴെ ഡെവലപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സലിലും ഡെവലപ്പർ ടാബ് ഇനേബിൾ ആയത് കാണാം. ഡെവലപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഫ്രം കൺട്രോൾസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ഓപ്ഷൻ ബട്ടൺ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തായി ഓപ്ഷൻ ബട്ടൺ ഞാൻ ഡ്രോ ചെയ്തു. ഓപ്ഷൻ ബട്ടൺ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. 4 റീജിയനുകളിലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 4 കോപ്പി എടുക്കാം. കോപ്പി എടുക്കുന്നതിന് വേണ്ടി ഓപ്ഷൻ ബട്ടൺ സെലക്ട് ചെയ്ത് കൺട്രോൾ എന്നുള്ള കീ ഹോൾഡ് ചെയ്ത ശേഷം സൈഡിലേക്ക് മൂവ് ചെയ്തു. ഈ ഒരു രീതിയിൽ 4 ഓപ്ഷൻ ബട്ടൺ കോപ്പി ചെയ്തു. ഓപ്ഷൻ ബട്ടൺ 1 എന്നുള്ളത് റീനെയിം ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ബട്ടൺ സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു രീതിയിൽ മറ്റ് ഓപ്ഷൻ ബട്ടണുകളും എനിക്ക് വേണ്ട റീജിയൻ നെയിം ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന റെക്റ്റാങ്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായി റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്തു. ഷേപ്പ് ഫിൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കളർ എന്നുള്ളത് എനിക്ക് വേണ്ട കസ്റ്റം കളർ ഞാൻ സെലക്ട് ചെയ്തു. ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് നോ ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഓപ്ഷൻ ബട്ടണിലെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈസ്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് കൺട്രോൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് കൺട്രോൾസ് എന്ന ഈ ഒരു വിൻഡോയിൽ സെൽ ലിങ്ക് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് G എന്ന കോളത്തിലെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. വെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 2 എന്നും നോർത്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 എന്നും സൗത്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 4 എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. 4 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു വാല്യൂ ഏത് റീജിയൻ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്കിവിടെ ചൂസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ചൂസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ഇൻഡെക്സ് നമ്പർ എന്നുള്ള സ്ഥലത്ത് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, കോമ വാല്യൂ 1 എന്നുള്ള സ്ഥലത്ത് ഫസ്റ്റ് വാല്യൂ ഡബിൾ കോട്ട് ഈസ്റ്റ് ഡബിൾ കോട്ട് കോമ സെക്കൻഡ് വാല്യൂ ഡബിൾ കോട്ട് വെസ്റ്റ് ഡബിൾ കോട്ട് കോമ തേർഡ് വാല്യൂ എന്നുള്ളത് ഡബിൾ കോട്ട് നോർത്ത് ഡബിൾ കോട്ട് കോമ ഫോർത്ത് വാല്യൂ ഡബിൾ കോട്ട് സൗത്ത് ഡബിൾ കോട്ട് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് സൗത്ത് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓപ്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത്
സൗത്ത് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സൗത്ത് എന്നുള്ളത് മാറ്റി നോർത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോർത്ത് എന്നും, വെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് വെസ്റ്റ് എന്നും, ഈസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അടുത്തതായി സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ബട്ടണിലെ ഡാറ്റ ബേസ് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് ഒരു സപ്പോർട്ടിംഗ് ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഈ സെല്ല് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു ചൂസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് വാല്യൂ കണ്ടെത്തിയിരുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ F4 എന്നുള്ളത് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു റീജിയൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം കീബോർഡിൽ 3 പ്രാവശ്യം F4 എന്നുള്ളത് സെലക്ട് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫാൾസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. തൊട്ട് താഴെ സെല്ലിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് താഴെ സെല്ലിൽ ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതായത് റീജിയൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ വാല്യൂ ചൂസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വാല്യൂ സെയിം ആണെങ്കിൽ ട്രൂ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ഫോർമുല താഴെ സെല്ലുകളിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കോർണർ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബട്ടണിൽ വെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെല്ലുകളിൽ ട്രൂ ഫാൾസ് വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് കാണുന്ന ഭാഗത്ത് ഫോർമുല പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഈ ഒരു ഫോർമുല Ctrl+C എന്നുപയോഗിച്ച് കോപ്പി ചെയ്തു. എൻ്റർ എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു. താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ന്യൂ റൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്ന ഈ ഒരു വിൻഡോയിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമുല എൻട്രി ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് Ctrl+V എന്നുപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. ശേഷം ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിൽ ഫിൽ എന്നുള്ള ഭാഗത്ത് എനിക്ക് വേണ്ട കസ്റ്റം കളർ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഒരു വിൻഡോ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയിലും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്ഷൻ ബട്ടണിൽ ഓൾറെഡി വെസ്റ്റ് എന്ന് സെലക്ട് ചെയ്തിരിക്കുന്നതിനാൽ മാസ്റ്റർ ഡാറ്റയിൽ വെസ്റ്റ് റീജിയനിലെ ഡാറ്റകളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്ന കളറിൽ ഹൈലൈറ്റ് ചെയ്തത് കാണാം. അതിനുശേഷം ഈ ഒരു ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാതിരിക്കാൻ ഈ 2 കോളം സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് കളർ എന്നുള്ളത് വൈറ്റ് സെലക്ട് ചെയ്തു. സൗത്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് സൗത്ത് റീജിയനിലെ വാല്യൂ, നോർത്ത് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോർത്ത് റീജിയൻ വാല്യൂ, വെസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വെസ്റ്റും, ഈസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് റീജിയനിലെ വാല്യൂവും ഹൈലൈറ്റ് ചെയ്തു വരുന്നത് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.